അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹരിയും അതുണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങളും ഓരോ ദിവസവും തരം തരം മാറി വരുന്ന അതിൻ്റെ അപകടത്തിൻ്റെ ആഴവുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2-3 തരം രക്ഷിതാക്കളുണ്ട്. ഈ കാര്യങ്ങളൊന്നും ഒട്ടും ചെവിക്കെടുക്കാത്തവരും മനസ്സിൽ ഒരു അസ്വസ്ഥതയും ഉണ്ടാക്കാത്തവരുമായൊരു വിഭാഗം. അമിതമായി ഭയക്കുന്നവരുണ്ട്, വിഷയത്തെ ശരിയാം വിധം വിശകലനം ചെയ്യുന്നവരുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ശരിക്ക് കുട്ടികളിലെ എല്ലാത്തരം അധാർമികതകളും എല്ലാത്തരം പ്രശ്നങ്ങളും നട്ടുപിടിപ്പിക്കുന്നതിൽ ഒരു ചെറുതല്ലാത്ത പങ്ക് നമ്മുടെ പാരൻറ്റിങ്ങിനുണ്ട്, നമ്മുടെ രക്ഷാകർതൃത്വത്തിനുണ്ട്. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചാണ് ചെയ്യുന്നത്, ഭക്ഷണം പഠിച്ചാണ് പാകം ചെയ്യുന്നത്, ബാക്കി നമ്മളെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പഠിച്ചും പരിശോധിച്ചുമാണ്. ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടി, അതിന് പാല് കൊടുത്ത് വളർത്തി, അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് വളർത്തി, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരു നൈസർഗികമായി ഉള്ളിലുള്ള ഒരു രക്ഷാകർതൃത്വത്തെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരു വിഷയമായി പഠിക്കുകയോ സമീപിക്കുകയോ ചെയ്യുന്നില്ല പലപ്പോഴും. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാരൻ്റ് ഒരു കുട്ടിയെയും കൊണ്ട് നമ്മുടെ അടുത്ത് വന്നു. ആ കുട്ടിയെ മുന്നിൽ നിർത്തിയിട്ട് വളരെ ഷൗട്ട് ചെയ്തിട്ട് ഈ സ്ത്രീ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർ പറയണത്, ഒരുപക്ഷെ ഞാനീ പറയണത് അവർ കേൾക്കും, അവർക്ക് കൂടി പാഠമാകാനാണ് ഞാനത് പറയണത്. കള്ളു കുടിച്ചു, ഇവന് കള്ളു കുടിച്ചു, ടൂറ് പോയിട്ടവൻ കള്ളു കുടിച്ചു, ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ പറഞ്ഞു, ഞാൻ കുടിക്കും, ഞാൻ ഇനിയും കുടിക്കും, നിങ്ങൾക്ക് തടയാൻ കഴിയുമോ? ഇവർ തമ്മിലുള്ള ഭയങ്കര വാഗ്വാദമാണ്. അപ്പോൾ ഞാൻ അവൻ്റെ പക്ഷത്ത് നിന്നു. ആ സ്ത്രീയോട് കുറച്ച് ദേഷ്യം പിടിച്ച്, ഒരു ചെറിയൊരു അഭിനയത്തോടു കൂടി ഇത്തിരി ദേഷ്യം പിടിച്ച് അവരോടൊന്ന് മാറാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൻ അടുത്തിരുത്തി സംസാരിച്ചവൻ പൊട്ടിക്കരഞ്ഞു. ഞങ്ങൾ ഒരു ടൂറിൽ എൻ്റെ ഫ്രണ്ട്സ് വെറുതെ പറഞ്ഞ് പ്രകോപിപ്പിച്ചൊരു കാര്യമാണിത്. ഉമ്മൻ്റെ അടുത്ത് വെറുതെ തമാശ പറഞ്ഞതാണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഉമ്മ അത് തെറ്റിദ്ധരിച്ചു. ഉമ്മ നേരെ ഉപ്പാനെ വിളിച്ചു, ഇക്കാക്കാനെ വിളിച്ചു, പെങ്ങന്മാരെ വിളിച്ചു, എല്ലാവരോടും പറഞ്ഞു, എല്ലാവരുടെയും മുന്നിൽ ഞാനിപ്പോൾ ഒരു മദ്യപാനിയാണ്, ഇനിയിപ്പോൾ എന്താ എനിക്ക് കുടിച്ചാൽ, ഇനി കുടിക്കാത്തതും കുടിക്കാതിരിക്കുന്നതും കണക്കാണ്. അതുകൊണ്ട് നമ്മളുടെ വാക്കുകളും വരികളൊക്കെ അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന പെയിന് നമ്മൾ തിരിച്ചറിയണം. പീസ് റേഡിയോ ഈ വഴിയിൽ വലിയ ദൗത്യങ്ങളാണ് അൽഹംദുലില്ലാഹ് നിർവഹിച്ചു വന്നത്. പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ സ്നേഹക്കൂടും ലൈവ് കൗൺസിലിംഗും ഒക്കെ, പ്രത്യേകിച്ച് ആരിസ് മൗലവിയെ പോലെയുള്ള ആളുകളുടെ സെഷനൊക്കെ വളരെ വലിയ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. പീസ് റേഡിയോ കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പുതിയതായൊരു പ്രോഗ്രാം സീരീസുമായി ഇപ്പോൾ സമൂഹത്തിലേക്ക് വരികയാണ്. പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് എന്നാണ് അതിൻ്റെ പേര്. പീസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് എയിം ചെയ്യുന്നത് അതിൻ്റെ ശ്രോതാക്കളെയും ശ്രോതാക്കളാകേണ്ടവരുമായ ഒരു വലിയ സമൂഹത്തെയാണ്. ഈ സംഘടനാ സംവിധാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യർ പീസ് റേഡിയോ ശ്രോതാക്കളാണ്. അവർക്കൊക്കെ ഒന്നിച്ചിരിക്കാനും കേൾക്കാനും അറിയാനുമുള്ള ഒരു വലിയ സെഷൻ. അതിൻ്റെ ആരംഭം ഏപ്രിൽ 26-27 തീയതികളിൽ പാലക്കാട്ട് നിന്നാണ്. ഇൻഷാ അല്ലാഹ് വിശദാംശങ്ങൾ കൂടുതൽ കാര്യങ്ങളുമായി പിന്നീട് വരാം. ഈ ഡേറ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഏപ്രിൽ 26-27 തീയതികളിൽ പാലക്കാട് വെച്ചാണ്. 26-ന് ഇൻഷാ അല്ലാഹ് ആരംഭിക്കും. സമ്മേളനം നടക്കുക 27-ന് വൈകുന്നേരം 4 മുതൽ 9 വരെ ആയിരിക്കും. മറ്റ് കൗൺസിലിംഗ് സെൻറ്ററും വിഷ്വൽ എക്സ്പീരിയൻസും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് 26-ന് ആരംഭിക്കുന്നുണ്ട്, 27-ന് തുടരുന്നുണ്ട്. കോൺഫറൻസ് ആണ് നമ്മുടെ ഒരു ഫോക്കസ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നിങ്ങളോടൊക്കെ പറയാനാണ് യഥാർത്ഥത്തിൽ വന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.